ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി തുടരുന്ന നിഴൽ യുദ്ധം അടുത്തിടെ ഇറാനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വധശിക്ഷയോടെ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇസ്രയേലിലെ ചാര സംഘടനയായ മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ച് ച്യൂബിയസ് എന്ന വ്യക്തിയാണ് ഇറാൻ തൂക്കിലേറ്റിയത്. ഇറാനിയൻ ജുഡീഷ്യറിയുടെ വാർത്താ ഏജൻസിയായ മിസാൻ ഇക്കാര്യം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു. ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യാന്വേഷണ പോരാട്ടത്തിലെ ഏറ്റവും കടുപ്പമേറിയ പ്രതികാര നീക്കങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട ഇയാളെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് രാജ്യത്തെ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരന്മാരിൽ ഒരാളായിട്ടാണ്. ഇയാളെ ഉപയോഗിച്ച് ഇറാനിയൻ സർക്കാരിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്താനാണ് മൊസാദ് ലക്ഷ്യമിട്ടത്. ചാരപ്രവൃത്തിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നത് ഇറാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ സുപ്രധാന ഡേറ്റാബേസുകളിലേക്ക് നുഴഞ്ഞു കയറുകയും വിവരങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു മൊസാദിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. ഇറാന്റെ സുരക്ഷ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനായിരിക്കണം ഈ ശ്രമം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ വഴിയെക്കുറിച്ചും ചാനലുകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു മറ്റു ദ്വിതീയ ലക്ഷ്യങ്ങൾ. തന്ത്രപ്രധാനമായ ഇറക്കുമതി വഴികൾ മനസ്സിലാക്കുന്നതിലൂടെ ഇറാന്റെ സാങ്കേതിക മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടത്താനോ മൊസാദിന് സാധിച്ചേക്കാം. ഈ പ്രവർത്തനങ്ങൾ ഇറാനിയൻ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തിയതെന്നാണ് ഇറാൻ അധികൃതർ വിലയിരുത്തുന്നത്.